ഈ യുദ്ധം വല്ലാണ്ട് നീണ്ടു പോവുകയാണെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾക്ക് വില വർദ്ധിക്കും. നമ്മൾ ഇന്ന് വാങ്ങുന്ന വിലക്കൊന്നും ഒരു വസ്തുക്കളും ലഭിക്കുകയില്ല. തീർത്തും അപകടകരമായ അവസ്ഥയിലേക്കായിരിക്കും. പണമുണ്ടെങ്കിലും ആ പണം കൊണ്ട് പലതും ലഭിക്കാത്ത അവസ്ഥയായിരിക്കും. ഇന്നു തന്നെ യാത്ര ചെയ്യുന്നവർക്കറിയാം, പല റെസ്റ്റോറൻറ്റുകളും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇന്ധനക്ഷാമമാണ്. പക്ഷേ ഇതെല്ലാം വെറും ടെസ്റ്റ് ഡോസുകളാണ്. ഇനിയും യുദ്ധം നീണ്ടുപോയാൽ വളരെ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മുടെ നാട് പോകുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും കൊടിയ പട്ടിണിയിലേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ ആരോഗ്യം അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പഴമാണ് ഈന്തപ്പഴം. യുദ്ധ സാഹചര്യത്തിലെല്ലാം ഏറ്റവും കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈന്തപ്പഴം. അതുപോലെ അതിൽ പ്രധാനപ്പെട്ട പല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് വേണ്ട പോഷക ആഹാരങ്ങളിൽ നല്ലൊരു പങ്കും ഈന്തപ്പഴത്തിൽ ലഭ്യമായതുകൊണ്ട് നമുക്ക് അഥവാ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിലും അത്യാവശ്യം ഈന്തപ്പഴം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയൊരു പട്ടിണിയില്ലാതെ നമുക്ക് നമ്മുടെ എല്ലാം ജീവൻ നിലനിർത്തുവാൻ സാധിക്കും. സൂക്ഷിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇൻ കേസ് ലോകം വീണ്ടും പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇത് തന്നെ സംഭവിക്കും, ഇങ്ങനെ തന്നെ സംഭവിക്കും. കുറഞ്ഞ ഭക്ഷണത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കുറഞ്ഞ ഭക്ഷണത്തിൽ നല്ല പോഷകാഹാരം കിട്ടിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ ഏറ്റവും നല്ല പഴമാണ് ഈന്തപ്പഴം.